എല്ലാവർക്കും നമസ്കാരം. സ്വാധ്യായ ഗ്രാറ്റിറ്റ്യൂഡ് മാജിക് എന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി നാം പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. റോണ്ട ബേൺ എന്നാണ് അവരുടെ പേര്. 1951 മാർച്ച് 12 ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് അവർ ജനിച്ചത്. മുതിർന്നപ്പോൾ അവർ ഒരു ടെലിവിഷൻ എഴുത്തുകാരിയും നിർമ്മാതാവുമായി തീർന്നു. 2004 അവരുടെ അച്ഛൻ്റെ മരണം അവരെ വല്ലാതെ തളർത്തി. വിഷാദത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട അവരുടെ ജീവിതത്തിൽ വളരെ യാദൃശ്ചികമായി എമറാൾഡ് ടാബ്ലറ്റ് എന്ന ഒരു പുരാതന ഗ്രന്ഥം കടന്നു വന്നു. അവരുടെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ ഈ ഗ്രന്ഥം വായിച്ചത്. ഈ ഗ്രന്ഥം അവരുടെ ജീവിത വീക്ഷണത്തെ പരിപൂർണമായി മാറ്റിമറിച്ചു. ഈ ഗ്രന്ഥത്തിൽ നിന്നും താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ആധുനിക കാലത്ത് എമറാൾഡ് ടാബ്ലറ്റിൽ പറഞ്ഞ രഹസ്യങ്ങൾ അറിയുന്നവരുണ്ടോ എന്ന അന്വേഷണവും അവരെ ദ സീക്രട്ട് എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചു. 2006 ഈ ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുന്നത്. അധികം താമസിയാതെ അത് പുസ്തക രൂപത്തിലും ഇറങ്ങി. പുസ്തകവും സിനിമയും ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരാളുടെ ചിന്തകൾക്ക് അവരുടെ യാഥാർത്ഥ്യത്തെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയും എന്നതാണ് ഈ നിയമം. വളരെ വേഗം തന്നെ പുസ്തകവും ഡോക്യുമെൻ്ററിയും അനേകം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. 2006 നവംബറിൽ പുറത്തിറങ്ങിയതിന് ശേഷം 200 ആഴ്ചയിലേറെയായി ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ദി സീക്രട്ട് ഒന്നാമതായെത്തി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 20 മികച്ച പുസ്തകങ്ങളിലൊന്നായി USA ടുഡേ സീക്രട്ടിനെ തിരഞ്ഞെടുത്തു. 2007 ജനുവരിയിൽ ദ സീക്രട്ട് ഡോക്യുമെൻ്ററിയിലെ 4 അധ്യാപകർക്കൊപ്പം റോണ്ട ഓപ്ര വിൻഫ്രി ഷോയിൽ പ്രത്യക്ഷപ്പെട്ടു. 2007 മെയ് മാസത്തിൽ ടൈം മാഗസിൻ്റെ ദ ടൈം 100 നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന ആളുകൾ എന്നതിലെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി റോണ്ട ബേണിനെ അംഗീകരിച്ചു. താമസിയാതെ ഫോബ്സിൻ്റെ ദി സെലിബ്രിറ്റി 100 ലിസ്റ്റിലും റോണ്ട പ്രത്യക്ഷപ്പെട്ടു. മലയാളത്തിൽ രഹസ്യം എന്ന പേരിൽ ഈ ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വാധ്യായ രഹസ്യം എന്ന പേരിൽ ജീനിയസ് ട്രെയിനേഴ്സ് മലയാളത്തിൽ ഒരു പരിശീലനവും അവതരിപ്പിച്ചിട്ടുണ്ട്. ദ സീക്രട്ട് വിജയിച്ചതിന് ശേഷം റോണ്ട അതേ വിഷയത്തിൽ വിപുലീകരിച്ച അധികം കൃതികൾ പുറത്തിറക്കി. 2010 ദ പവർ എന്ന ഗ്രന്ഥം പുറത്തിറക്കി. സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അത് എങ്ങനെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുമെന്നും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. 2012 ദ മാജിക് എന്ന ഗ്രന്ഥം പുറത്തിറക്കി. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയെയാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. കൃതജ്ഞതാ പരിശീലനം ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നു. മാന്ത്രികം എന്ന പേരിൽ ഈ ഗ്രന്ഥം മലയാളത്തിലും ലഭ്യമാണ്. 2013 പുറത്തിറക്കിയ ഹീറോ എന്ന പുസ്തകം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ മഹത്വം കൈവരിക്കാൻ കഴിയുന്ന ഒരു ഹീറോ ഉണ്ടെന്ന ആശ്രയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2020 പുറത്തിറക്കിയ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് മുൻ പുസ്തകങ്ങളിൽ അവതരിപ്പിച്ച ആശയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കാൻ ഉതകുന്ന ഒന്നാണ്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം, ശാശ്വതമായ സന്തോഷം ഇവയുടെ സാക്ഷാത്കാരത്തിലേക്കാണ് ഈ ഗ്രന്ഥം കടന്നു ചെല്ലുന്നത്. 2020 ദ സീക്രട്ടിൻ്റെ ഒരു ഹോളിവുഡ് ചലച്ചിത്ര ആവിഷ്കാരം പുറത്തിറങ്ങി. ദ സീക്രട്ട് ഡെയർ ടു ഡ്രീം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ കാറ്റി ഹോംസും ജോഷ് ലൂക്കാസും അഭിനയിച്ചിരിക്കുന്നു. സീക്രട്ട് ടു ലവ്, ഹെൽത്ത് ആൻഡ് മണി എന്ന ഒരു പുസ്തകം പിന്നീട് 2022
പുറത്തിറക്കുകയുണ്ടായി. ജീനിയസ് ട്രെയിനേഴ്സിൻ്റെ സ്വാധ്യായ മാജിക് എന്ന പരിശീലന പരിപാടി പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് മാജിക് എന്ന ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന ആശയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാധ്യായ മാജിക് എന്ന പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി റോണ്ടാവണിനെ കുറിച്ച് അറിയുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. സ്വാധ്യായ മാജിക് എന്ന ഈ പരിശീലനത്തിലൂടെ കുറച്ചുപേരുടെ ജീവിതത്തിൽ കൃതജ്ഞതയുടെ വെളിച്ചം പകരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായകരമായ കൃതജ്ഞതാ പരിശീലനം നിങ്ങൾക്കും ഇനി അനുഭവിക്കാം. നന്ദി.